മൂന്നാർ മാട്ടുപ്പെട്ടി എക്കോ പോയിന്റിൽ ബസ് മറിഞ്ഞ് 2 പേർ മരിച്ചു. വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന ടൂറിസ്റ്റ് ബസ്സാണ് മറിഞ്ഞത്. ജോസിൽ ചേരുന്നു. ജോസിൽ, എപ്പോഴായിരുന്നു അപകടം? മറ്റ് വിശദാംശങ്ങൾ. ഷംബി, അല്പം മുമ്പാണ് ഈ മൂന്നാർ മാട്ടുപ്പെട്ടിയിൽ ബസ് മറിഞ്ഞത്. 2 പേർ മരിച്ചിട്ടുണ്ട്. ഈ തമിഴ്നാട് സ്വദേശികളായ തമിഴ്നാട് കന്യാകുമാരിയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മൂന്നാറിൽ വിനോദസഞ്ചാരത്തിലെത്തിയതാണ്. അവർ സഞ്ചരിച്ചിരുന്ന ഈ ബസ്സാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. അമിത വേഗതയാണ് അപകട കാരണമെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. കാരണം ആ പ്രദേശത്ത് അത്തരത്തിലൊരു അപകടം ഉണ്ടാകാനുണ്ടായ ഒരു സാഹചര്യവും നിലവിലില്ല. റോഡ് നല്ല റോഡാണ്. ഇപ്പോൾ ഈ അമിത വേഗം ഈ അപകടത്തിൽ കലാശിച്ചു എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും ഈ ബസ് തലകീഴായി മറിഞ്ഞ് വിദ്യാർത്ഥികൾ റോഡിലേക്ക് തെറിച്ചു വീഴുകയാണ് ചെയ്തത്. അതിനെ തുടർന്നാണ് 2 വിദ്യാർത്ഥികൾ മരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം. നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ പരിക്കേറ്റവരെ മൂന്നാറിലുള്ള ടാറ്റയുടെ ഹൈറേഞ്ച് ആശുപത്രിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. തമിഴ്നാട് സ്വദേശികളാണെങ്കിലും കേരള രജിസ്ട്രേഷനുള്ള വാഹനമാണ് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. KL 35D 8000 എന്നുള്ള ഒരു നമ്പറിലുള്ള ഒരു വാഹനമാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. കന്യാകുമാരിയിൽ നിന്നുള്ള പരിക്കേറ്റ മറ്റ് വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ കന്യാകുമാരിയിൽ നിന്ന് വിനോദസഞ്ചാരത്തിനായി എത്തിയവരാണ്, വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. ഷമ്മി, ഈ റോഡ് ഹൈറേഞ്ച് മേഖലയാണ്. ഈ റോഡ് പരിചിതമില്ലാത്ത ഡ്രൈവർമാരാണെങ്കിൽ അപകടത്തിനുള്ള സാധ്യത വളരെ വലുതാണ്. ഒപ്പം അമിത വേഗത കൂടിയാണെങ്കിൽ പറയുകയും വേണ്ട. ഇവർ എവിടെ ഉള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ജോസിൽ? അത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നല്ല റോഡാണ്, റബ്ബറൈസ്ഡ് റോഡാണ്. അടുത്ത കാലത്ത് പുനർനിർമ്മിക്കുകയും കൂടെ ചെയ്ത നല്ല രീതിയിലുള്ള റോഡുള്ള സ്ഥലമാണ്. മറ്റ് അപകടങ്ങൾ ഉണ്ടാകേണ്ട കൊടും വളവുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു സ്ഥലമാണ്. അപകടം ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ലാത്തൊരു പ്രദേശത്ത് വെച്ചാണ് ഈ ബസ് തലകീഴായി മറിഞ്ഞത് എന്നുള്ളതാണ്. അമിത വേഗതയുണ്ടായിരുന്നു എന്നുള്ളത് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ വണ്ടിക്ക് എന്തെങ്കിലും മറ്റ് തകരാറുകൾ ഉണ്ടോ എന്നുള്ളത് ഇനി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ പരിശോധിച്ചതിന് ശേഷമേ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. ഏതായാലും അമിത വേഗതയാണ് ിലെത്തിയാണ് ഈ വാഹനം ഇത്തരത്തിൽ തലകീഴായി മറിഞ്ഞത് എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഏതായാലും വലിയ വേദനാജനകമായ സംഭവമാണ് നടന്നത്. 2 വിദ്യാർത്ഥികളാണ് മരിച്ചിരിക്കുന്നത്. തമിഴ്നാട് കന്യാകുമാരിയിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് മരിച്ചിരിക്കുന്നത്. അവരുടെ സഹപാഠികളാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നത്. പല ആളുകൾക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അവരെ മൂന്നാറിൽ ടാറ്റ ആശുപത്രിയിലേക്ക് ഇപ്പോൾ പ്രവേശിപ്പിക്കുകയാണ്. ഷമ്മി, ജോസിൽ, ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്, ഈ കുട്ടികൾ കന്യാകുമാരിയിൽ നിന്നുള്ളവരാണെങ്കിലും ഇവർ പൂർണ്ണമായും തമിഴ്നാട്ടുകാരാണോ, മലയാളി കുട്ടികളുണ്ടോ അതിൻ്റെ അകത്ത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ്? തമിഴ്നാട് സ്വദേശികളാണെന്നുള്ളതാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. തമിഴ്നാട് കന്യാകുമാരിയിൽ വിദ്യാർത്ഥികളാണ്. അതുമാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി നമുക്ക് ചോദിച്ചറിയാൻ പറ്റിയിട്ടുള്ളത്. ഈ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന വിനോദസഞ്ചാരത്തിനായി മൂന്നാറിൽ എത്തിയതാണ്. ഈ ടൂറിസ്റ്റ് ബസ്സിലാണ് യാത്ര ചെയ്തിരുന്നത്. ആ ടൂറിസ്റ്റ് ബസ്സാണ് തലകീഴായി മറിഞ്ഞത്. ഏതായാലും ആ സംഭവത്തിൽ ഈ ബസ്സിൽ തലകീഴായി മറിഞ്ഞപ്പോൾ ബസ്സിനുള്ളിൽ നിന്ന് വിദ്യാർത്ഥികൾ 2 പേർ തെറിച്ചു വീണു. അങ്ങനെ തെറിച്ചു വീണ് ഉണ്ടായ ആ വിദ്യാർത്ഥികളാണ് ഈ മരിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. മറ്റ് സാഹചര്യങ്ങളൊന്നും അപകടം ഉണ്ടാകേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തൊരു പ്രദേശമാണ്. സമീപ പ്രദേശത്തെ ഒരു പൈൻമരക്കാട്ടിലേക്കാണ് ഇത്തരത്തിൽ ബസ് മറിഞ്ഞു കിടക്കുന്നത്. അത് റോഡ് സൈഡിൽ തന്നെ ബസ് മറിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏതായാലും മറ്റ് പരിക്കേറ്റ ആശുപത്രികളെയെല്ലാം നാട്ടുകാരും അതുപോലെ തന്നെ പോലീസും മറ്റ് സന്നദ്ധ പ്രവർത്തകരും എല്ലാം ചേർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷമ്മി, മൂന്നാർ മാട്ടുപ്പെട്ടിയിൽ ബസ് മറിഞ്ഞ് 2 വിദ്യാർത്ഥികൾ മരിച്ചിരിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് ജോസിൽ പറയുന്നത്. അതേസമയം തന്നെ കേരള രജിസ്ട്രേഷനുള്ള വാഹനവുമാണ്. അവർ കന്യാകുമാരിയിൽ വിദ്യാർത്ഥികളാണ്. അവരെങ്ങനെ ഈ കേരള രജിസ്ട്രേഷനുള്ള വാഹനത്തിൽ ട്രെയിനിലോ മറ്റോ കോട്ടയത്തൊക്കെ എത്തിയിട്ട് അതിനുശേഷം ഇതുപോലെ ഏതെങ്കിലും വാഹനത്തിൽ എത്തിയതായിരിക്കാനാണ് സാധ്യത. ജോസിൽ തുടരുന്നു. ജോസിൽ, എത്ര വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു? മറ്റ് അങ്ങനെയുള്ള വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഷമ്മി, 45 വിദ്യാർത്ഥികളാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ കന്യാകുമാരിയിൽ നിന്ന് വന്നതാണ് എന്നും ആണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ
45 പേരിൽ രണ്ട് വിദ്യാർത്ഥികളാണ് ഈ ബസ്സിൽ നിന്ന് തെറിച്ചു വീണാണ് മരണം സംഭവിച്ചത് എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ബസ്സിൽ നിന്ന് തെറിച്ചുപോയ അവസ്ഥയിലാണ് ഈ വിദ്യാർത്ഥികളും കിടന്നിരുന്നത്. മറ്റ് ആളുകൾക്ക് പരിക്കുകളുണ്ട്, ചിലർ ഗുരുതരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. ഏതായാലും തൊട്ടടുത്തുള്ളത് ടാറ്റയുടെ ഹൈറേഞ്ച് ഹോസ്പിറ്റലാണ്. ഹൈറേഞ്ച് ഹോസ്പിറ്റലിലേക്കാണ് വിദ്യാർത്ഥികളെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാർ മാട്ടുപ്പെട്ടിയിൽ വാഹനാപകടം, 2 വിദ്യാർത്ഥികൾ മരിച്ചു, നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരിക്കുന്നു. ജോസിലാണ് വിവരങ്ങൾ നൽകിയത്.